വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇന്ത്യ സ്കൂൾ ബൈസൈക്കിൾ ചാമ്പ്യൻഷിപ്പ് ആണ്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ റേസ് 30 മിനിറ്റ് മാത്രമാണ്. റേസ് സ്കൂളിൽ നിന്നും തുടങ്ങി സ്കൂളിൽ തന്നെ വന്ന് അവസാനിക്കും. ഈ റേസ് ആരാണോ ജയിക്കുന്നത് അവർക്ക് ഒരു അതിമനോഹരമായ ഒരു ട്രോഫി, പിന്നെ ഒരു വർഷത്തെ സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുക. മത്സരം തുടങ്ങാൻ പോകുന്നു. എന്തായാലും ഇന്ന് ശിവ കോമ്പറ്റീഷന് പോയത് കൊണ്ട് ഇന്ന് ഈ മുറി വൃത്തിയാക്കിട്ട് തന്നെ കാര്യം. ഓ ഞാൻ ഇപ്പൊ താഴെ വീഴും. ഇതെന്താ തലമീത്? എന്താ ഭീംസിംഗ്, ശരിക്കും ഈ മുറി ഒന്നും വൃത്തിയാക്കുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് എലികളും പാറ്റകളും നിറയെ ഉള്ളത് ഇവിടെ. ആദ്യം ചെന്ന് അവിടെയൊക്കെ വൃത്തിയാക്ക. അതിനോടൊക്കെ ഞാൻ ഇവിടെ നോക്കട്ടെ. മത്സരം ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നു. മാച്ചിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഈ റൗണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാ മുൻനിരയിൽ നിൽക്കുന്നത് ആമോദ്, രണ്ടാമതെത്തുന്നത് എബിൻ, ഇതാ മൂന്നാം നമ്പറിൽ വന്നിരിക്കുന്നു ശിവ. മഹാവിരുദ്ധനാണ് ശിവ. അതെ, എന്താ താഴെ വീണിരിക്കുന്ന? ഇപ്പൊ തന്നെ അടുത്ത് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയും. ഓ, എന്തൊരു പൊടിയാണ്. എനിക്കെന്താ പറ്റിയത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കാഴ്ച പോയി എന്നാ തോന്നണേ. സഹായിക്കണേ. ഇതാരെയും നടക്കണേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആരെയും സഹായിക്കണേ. ഈ ഭീംസിംഗ് ഒരു പണിയും വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല. എന്റെ തലമണ്ട പോയിന്നാ തോന്നണേ. അല്ല, ഇതെന്ത് ബോക്സാ വീണത്? തന്നെ വെട്ടിച്ച് മുൻനിരയിലാണ് ശിവ. ഇപ്പോഴും മൂന്നാമത്തെ സ്ഥാനത്ത് തന്നെയാണ്. ഇതാ ശിവ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു. രണ്ടുപേരും മിടുക്കന്മാരാണ്. ആരാണ് ആദ്യം എത്തുക എന്നറിയില്ല. യെസ് യെസ് യെസ്, ഇത് വല്ലാത്തൊരു സ്റ്റണ്ട് തന്നെയാണ്. ഇതാ കാണൂ ശിവയുടെ മനോഹരമായ ഒരു സ്റ്റണ്ട്. ഇതൊരു ഡിഫിക്കൽട്ട് മോഡാണ്. ഇതാ രണ്ട് മത്സരാർത്ഥികൾ താഴെ വീണിരിക്കുന്നു. ഇപ്പോൾ എത്തിനും ശിവയും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ശിവ ഒരു അപകടം പിടിച്ച സ്റ്റണ്ടാണ് ചെയ്യുന്നത്. ഇതാ ഒരു സമ്മർ സോൾട്ട് ആണ് ഇത്. അതിശയം തന്നെ. ശിവ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. ബോക്സ് പൊടി പിടിച്ചങ്ങ് കിടക്കുക. ഇത് എവിടുന്നാ ഇത്രയും വലിയ വിളിച്ചോ? ഇവിടെ വരൂ, നോക്കൂ എന്താ സംഭവിക്കണേന്ന്.
ഇത് എവിടുന്ന് കിട്ടി? ആ ബോക്സ് അടച്ചു വെക്കൂ. നിർത്തിവെക്കേ. എന്തിനാ ഇത് തുറന്നത്? ഇത് തുറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇത് എന്താണെന്ന് പറയേ. ഇതാ ശിവയും എത്തിനും തമ്മിൽ വാശിക്കാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ കാണൂ, ശിവ സൈക്കിളിന്റെ സ്പീഡ് കൂട്ടിയിരിക്കുന്നു. ഇതാ ശിവ എത്തിനിന്റെ വളരെ അടുത്ത് എത്തിയിരിക്കുന്നു. ചെറിയ ബോക്സിൽ എന്ത് രഹസ്യം ഉള്ളത്? നിങ്ങൾ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? ഈ പെട്ടി വളരെ ചെറുതാണെങ്കിലും അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേനെ. ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നോ? ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ആ ഓർമ്മകൾ വീണ്ടും എന്നെ ഉണർത്തി. എനിക്ക് ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. ശിവയുടെ അച്ഛൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ദിവസം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിപ്പിച്ചത്. എന്നെ പിടിക്കാൻ കുറെ ഗുണ്ടകൾ വരുന്നുണ്ട്. എന്റെ കുഞ്ഞു ശിവയെയും ഈ ബോക്സും അവരുടെ കയ്യിൽ കെട്ടരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട് വിടുന്നതായിരിക്കും നല്ലത്. അവരെത്തിന്ന് തോന്നുന്നത്. വേഗം പൊയ്ക്കോളൂ, ഞാനും പോവാ. കരയല്ലേ മോനെ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. നീ എവിടെ ഒളിച്ചിട്ടും കാര്യമില്ല. മര്യാദയ്ക്ക് ആ ബോക്സ് എന്റെ കയ്യിൽ തരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ മെഡൂസ. ബോസ്, അയാൾ ഓടിപ്പോയെന്ന് തോന്നുന്നു. എത്ര നേരം അവൻ അങ്ങനെ ഓടും? വേഗം ആവട്ടെ. ഒരുപാട് ദൂരമൊന്നും പോകാൻ വഴിയില്ല. എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കുമെന്ന് വിചാരിച്ചു. അവൻ എന്റെ വാക്കുകൾ പോലും അനുസരിച്ചില്ല. ആ ദിവസം തൊട്ട് ഈ ദിവസം വരെ നമ്മൾ ശിവയുടെ അച്ഛന്റെ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല. ഈ ബോക്സ് ഒരു മാരണമാണെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ഞാൻ ആ ബോക്സ് ഒരിക്കലും തുറക്കില്ലായിരുന്നു. അല്ല, ഇതെന്താ? ഇത് ഡീകോഡിംഗ് ആവുകയാണല്ലോ. നമ്മളാരെങ്കിലും ഹാക്ക് ചെയ്യാനാവോ? ഇല്ലല്ലോ, ഹാക്കിങ്ങിൽ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഏതോ ഒരു കോഡ് വരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ്. ആ, അത് തന്നെ. അതിശയം, ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. ലൈറ്റ് ഓൺ ആയിരിക്കുന്നു. വേഗം പ്രിൻസ് ക്രേസി സ്നേച്ചറിനെ വിളിക്കൂ. വേഗം വരൂ, വരൂ, ഒരു അതിശയം നടന്നിരിക്കുന്നു. വരൂ, വേഗം വരൂ. എന്താ? ലൈറ്റ് ആരാ ഓൺ ചെയ്തത്? ആരാ ഓൺ ചെയ്തെന്നാ ചോദിച്ചേ? ക്രേസി സ്നേച്ചർ. ശരിക്കും സംഭവിച്ച എന്താണെന്നറിയോ? ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത്. ലൈറ്റ് താനെ ഓണായി. എന്താ പറഞ്ഞേ? ലൈറ്റ് സ്വയം ഓണായെന്നോ? അങ്ങനെ ആവില്ല. നോട്ട് പോസിബിൾ.
ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം അവൻ ജീവനോടെ ഉണ്ടല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നവൻ ആ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വേഗം ആ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. പെട്ടെന്ന് വരൂ വരൂ വേഗം. പ്രിൻസ്, ഇത് കണ്ടോ? ലൊക്കേഷൻ ഇന്ത്യയിലാണ് കാണിക്കുന്നത്. സാറേ, ഇന്ത്യയിലുള്ള ഇത് എവിടെയോ കാണുന്ന ഒരു ചെറിയ നഗരമാണ്. കിട്ടിപ്പോയി സാറേ, ഈ നഗരമാണ് വേദ സിറ്റി. ആഹാ വെൽ ഡൺ. ചെല്ലു, വേഗം പോയി ആ ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് വരൂ. ലൊക്കേഷൻ ട്രാക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഗാഡ്ജറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് പോയേ പറ്റൂ. ലെറ്റ്സ് ഗോ. ഈ നായ കുരച്ചാൽ എല്ലാവരും എണിക്കും. രണ്ടുപേര് ഇവിടെ നിന്നാ മതി. പിന്നെ നീ വീടിന്റെ പുറകുവശത്തുനിന്ന് പോ. ഞാൻ ഈ നായയുടെ കാര്യം നോക്കിക്കോളാം. നായോ? എനിക്ക് നായെന്ന് വെച്ചാ ഭയങ്കര പേടിയാണ്. ആ ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. ഹലോ പപ്പി, ദേ ഈ ബിസ്ക്കറ്റ് കഴിക്കൂ. താനെന്താ ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ വരാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുവോ നീ? നടക്ക്. എനിക്ക് നായെന്ന് വെച്ചാ പേടിയെന്ന് അറിയില്ലേ? പിടിച്ചോ, ആദ്യം ടിപ്സ് ഇരിക്കട്ടെ. കാരണം ഞങ്ങള് ഒരുപാട് സമ്പത്തുള്ളവരാണ്. ആ വണ്ടിയിലകത്തുള്ളവരെല്ലാരും പുറത്തേക്ക് വന്നോളൂ. ആഹാ, ഈ സിറ്റി കാണാൻ എന്ത് രസാ. എന്റെ അമ്മോ, ഇത് എന്ത് വലിയ ഹോട്ടലാ അല്ലേ മുത്തശ്ശ? ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ വട്ടുപോലെ നടക്കുന്ന ആള് സത്യത്തിൽ ഒരു പ്രിൻസാണ്, അറിയോ? അയാൾക്ക് പണമുള്ളതിന്റെ വലിയ അഹങ്കാരമായിരുന്നു. അയാൾക്ക് ഇഷ്ടമല്ലാത്തത് എന്ത് കണ്ടാലും ഉടനെ തന്നെ അയാളത് വാങ്ങിക്കുമായിരുന്നു. നമുക്ക് ഇക്കാര്യം വെച്ച് മുതലെടുക്കണം. നിങ്ങള് വിഷമിക്കണ്ട മുത്തശ്ശ. അയാൾ ഇവിടുത്തെ പ്രിൻസ് ആണെങ്കിൽ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ലഡ്ഡു സിംഗ്, ഇത് വേദ സിറ്റി അല്ല, ടർക്കിയാണ്. പോകാം. അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് പറയാനുള്ളത് മുത്തശ്ശ. ലഡ്ഡു സിംഗ്, വാവ്, എന്ത് രസം ഇതിന്റെ അകം കാണാൻ. ശരി, വരൂ, നമുക്ക് റിസപ്ഷനിൽ റൂമിന്റെ ചാവി വാങ്ങാം. ഹലോ മാഡം. ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ് യു? ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ റൂം നമ്പർ അറിയണമായിരുന്നു. സോറി സർ, ഗസ്റ്റിന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് സർ. ഞാൻ ഒരു തവണ ഇവിടുത്തെ രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഗസ്റ്റ് നിങ്ങളുമായി മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വിവരം തന്നിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ പേരൊന്ന് പറയാമോ പ്ലീസ്? എന്റെ പേര് ഷെയ്ഖ് ഹബീബുള്ള. സോറി സർ, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നിട്ടേയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മാഡം? നിങ്ങൾക്ക് ഞങ്ങളുടെ ഗസ്റ്റിന്റെ റൂം നമ്പർ പറയാൻ സൗകര്യമില്ലാന്നോ? ഞാൻ ഈ ടേബിളിന്റെ മീതൊന്ന് ഇരിക്കട്ടെ. ഇതിന്റെ ഹൈറ്റ് വളരെ കൂടുതലാണല്ലോ. എന്ത് ധൈര്യമുണ്ട് നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുകയാണോ? ഇതെന്നെ അപമാനിക്കുന്ന പോലെയാണല്ലോ. ഞാൻ എവിടെ പോയാലും എന്നെയും എന്റെ കുടുംബത്തിനും 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പൊ പറയുന്നു, ഞാൻ ഈ ഹോട്ടല് ഇപ്പൊ തന്നെ വിലക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് മാഡം, നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻചാർജിനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ പറയണം. ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ഡീൽ ഉറപ്പിക്കാൻ പോവാണ്. സർ, ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതാണ് സർ. ഇതുപോലെ വേറെ ഗസ്റ്റും ഈ ഹോട്ടൽ വാങ്ങിക്കണം എന്നുള്ള വാശിയിലാണ്. ഇപ്പൊ സാറും അതുപോലെ വാശി പിടിക്കുകയാണല്ലോ. നിങ്ങൾ എന്തായി പറയുന്നത്? ഹോട്ടൽ വാങ്ങാൻ ഇവിടെ വേറൊരാള് വന്നിട്ടുണ്ടായിരുന്നോ? ഓഹോ, എന്നാ ഞാൻ പറയുന്നത് കേട്ടോ. 7 കടലും കടന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും ദേഷ്യത്തിൽ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഞാനായിരിക്കും, അല്ലെങ്കിൽ എന്റെ കോ ബ്രദർ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം അവൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്.
അവൻ ഏത് റൂമിലാണ്? ഇപ്പൊ തന്നെ പറയണം. 1706. കേട്ടോ ചേട്ടായി, എന്റെ കോബ്രദറും ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എനിക്ക് അവന്റെ മുഖം കാണാൻ താല്പര്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഓഹോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടാൻ തുടങ്ങിയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? വരൂ പോകാം. ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ മറന്നിട്ട് പോലും ആരോടും പറയരുത് ഞാൻ ഇവിടെ വന്നിരുന്നുവെന്ന്. അഥവാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ പിന്നെ വിലയ്ക്ക് വാങ്ങാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇനി ഞാൻ പറയില്ല സർ. ദയവേത് സാറ് ദേഷ്യപ്പെട്ട് സംസാരിക്കല്ലേ. വന്നേ വന്നേ, ഇവിടെ ആരും കാണുന്നില്ല. പതുക്കെ വന്നേ. എല്ലാരും വേഗം പോയി ഒളിഞ്ഞേ, ആരോ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി കാണിക്കുന്ന? നമുക്ക് വേഗം ലഡ്ഡു സിംഗ്, ഒന്ന് നോക്കി നടക്ക്. ഇതെന്തായി കാണിക്കുന്നത്? എന്ത് മനോഹരമായ പെയിന്റിംഗ്. നന്നായിട്ട് തുടയ്ക്ക്, വേഗം തുടയ്ക്ക്. ഇന്ന് തന്നെ കയ്യിൽ കിട്ടി. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ പല സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗാഡ്ജറ്റിന്റെ തരം വില വരുന്ന ഒന്നും തന്നെ ഇല്ല. പ്രിൻസ്, പക്ഷെ ആ ഗാഡ്ജറ്റ് ഇത്ര യൂണിക് ആയിട്ട് എന്താ? മെഡൂസ. ലോകത്തിൽ എത്ര തരം ട്രാൻസ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഗാഡ്ജറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യും. സൈക്കിളായാലും ശരി, ബൈക്കായാലും ശരി, കാറായാലും ശരി, ട്രെയിൻ ആയാലും ശരി, പിന്നെ ഹെലികോപ്റ്ററുകൾ, കപ്പലുകൾ. നിങ്ങൾക്കറിയുമോ, ഞാൻ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ എല്ലാ ശക്തിയും എന്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കും. ഈ ഗാഡ്ജറ്റ് എങ്ങനെയെങ്കിലും മെയിൻ ഡിവൈസിൽ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സമയമൊട്ടും പാഴാക്കി കളയാനില്ല. പെട്ടെന്ന് തന്നെ പോകേണ്ടി വരും. എന്റെ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കാതെ തലവേദനിക്കുന്നു. കുട്ടികളെ, ഇത് നിങ്ങളുടെ അങ്കിളല്ല. നമുക്ക് അടുത്ത റൂമിലേക്കാണ് പോകേണ്ടത്. വന്നേ. ഇല്ല ഭജൻ, എനിക്കറിയാം അങ്കിളിനോട് ഭജന് ദേഷ്യാണെന്ന്. ഇത് തന്നെ എന്റെ അങ്കിള്. മുത്തശ്ശി എന്നോട് പറഞ്ഞു എന്റെ അങ്കിൾ നല്ല സുന്ദരനും കോടീശ്വരനുമാണെന്ന്. ഏതായി കുട്ടികള്? ഞാൻ ആരുടെയും അങ്കിളല്ല. ഓ, ഇത് വല്ലാത്ത തലവേദനയായല്ലോ. എന്താ ഇത്? ഓ നോ, പിടിക്കൂ ആ കുട്ടിയെ. ആ കുട്ടി ഗാഡ്ജറ്റ് എടുത്തോണ്ടാണ് ഈ ഓടുന്നത്. ക്യാച്ച് ഹിം നൗ. ഓ, ഈ കുട്ടികളൊരു ശല്യം തന്നെ. ഹലോ, ഒരു കുട്ടി ഇവിടെ നിന്ന് ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. വേഗം ആ കുട്ടിയെ പിടിക്ക്. ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ പോയി? ഈ കുട്ടികളും അവന്റെ കൂട്ടത്തിലുള്ളത് തന്നെ. ഓ നോ, ഇത് ശിവ അല്ലേ?
കൊള്ളാം, നല്ലൊരു സൈക്കിൾ. അവനെ ചെന്ന് വേഗം പിടിക്കേ. ആ പിന്നെ മെഡുസ, ഇതുപോലത്തെ സൈക്കിൾ എവിടെയും കാണാൻ പറ്റില്ലല്ലേ? അവനോടൊന്ന് ചോദിക്കോ, അവൻ ആ സൈക്കിൾ വിൽക്കുമെന്ന്. എന്താ ഈ പറയുന്നേ? ബോസ്, നമുക്ക് ആ ഗാഡ്ജറ്റാ വേണ്ടേ, സൈക്കിൾ അല്ല. അവിടെ നിൽക്ക്. ആ കുട്ടി ഓടിപ്പോയെങ്കിൽ പോട്ടെ, ഇവരെ എല്ലാവരെയും ചെന്ന് പിടിക്കുക. അപ്പൊ അവൻ താനെ ഇങ്ങോട്ട് തിരിച്ചു വരും. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാം. ആ ശരിയോ? ശരി ശരി, വേഗം പോവാ. പാട്ടുകാരനെത്തി നമ്മളെ പാട്ട് പാടി പറപ്പിച്ചു കളയും. വിട്ടോടാ. ചെറുക്ക, എന്തായി കാണിച്ചേ? സോറി അങ്കിൾ, എമർജൻസി ആണ്. ഇങ്ങോട്ട് വാ, എന്തെങ്കിലും കൊടുത്താ. പിടിക്കവനെ. ആ ഗാഡ്ജറ്റ് കൊണ്ട് ആ ചെക്കനെ പോകാൻ അനുവദിക്കരുത്. Not again. മെഡൂസ, ആ ഗാഡ്ജറ്റ് പെട്ടെന്ന് തട്ടിയെടുക്ക. ആ കുട്ടിയെ വെറുതെ വിടരുത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മാഡം, ഈ ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഗാഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്, പിന്നെ നോക്കിയിരിക്കുന്ന ഓട്. മങ്കി, ശിവ, ഗാഡ്ജറ്റ്.
പറന്നു പോകും. വേഗം സ്ഥലം വിട്ടോ. മുത്തശ്ശ, മുത്തശ്ശ, നിങ്ങൾക്ക് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ വേദന മാത്രം, അത്രേ ഉള്ളൂ. ശിവ പറയുന്നത് ശരിയാണ് മുത്തശ്ശ. മുത്തശ്ശിനിപ്പോ വിശ്രമം വളരെ അത്യാവശ്യമാണ്. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ റെസ്റ്റ് എടുക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.